പശ്ചിമേഷ്യയിൽ ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അമേരിക്ക അവിടെ ബോംബ് വർഷം തന്നെ നടത്തുകയാണ്. മഴ പെയ്യ്ക്കുന്ന പോലെ ബോംബ് ഇടുകയാണ് ഇറാനിൽ രാപകൽ ഭേദമില്ലാതെ. ഈ കഴിഞ്ഞ 6 ദിവസത്തിനകത്തും അതേപോലെ തന്നെ രാത്രിയുള്ള ആക്രമണം തുടർന്നു. എന്നിട്ട് ഒരു ഭീഷണിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഭീഷണി സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കുള്ള, അതായത് ഈ ഊർജ സ്രോതസ്സുകൾ, അതായത് ഇലക്ട്രിസിറ്റി സപ്ലൈ തുടങ്ങിയ ഇതെല്ലാം ബോംബിട്ട് നശിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെ അത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നുള്ള രീതിയിൽ അതിലെ യുണൈറ്റഡ് നേഷൻസിൻ്റെ മനുഷ്യാവകാശ സംഘടനയുടെ തലവൻ മേധാവി വോൾക്കർ ഹർക്ക് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ട്രംപിൻ്റെ പ്രസ്താവനയെ നിശ്ചിതമായി UN-ൻ്റെ മനുഷ്യാവകാശ വിഭാഗം അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വിമർശനമൊന്നും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. അയാൾക്ക് ഓരോ ദിവസം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അപ്പുറത്തോട്ട് വലിയ ഉദ്ദേശങ്ങളൊന്നുമില്ല. ഇന്ന് പറയും അറ്റാക്ക് ചെയ്യുന്നു, നാളെ പറയും നിർത്തി, മറ്റന്നാൾ പറയും അറ്റാക്ക് ചെയ്യുകയാണ്, ഞങ്ങൾ നശിപ്പിക്കും ഇനി ഇറാൻ്റെ സൈനിക ശേഷി മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ട്രംപിൻ്റെ വീരവാദം. പക്ഷേ ഇറാൻ പറയുന്നത് ഞങ്ങളുടെ സൈനിക ശക്തിയൊന്നും ക്ഷയിച്ചിട്ടില്ല, ഞങ്ങളതിന് പകരം വേണ്ടത് ചെയ്യും എന്നുള്ളതാണ്. അതിനവർ ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്ക ഇവിടെ ബോംബിടുന്നുണ്ടെങ്കിൽ അവർ അവിടെ ഇരുന്നുകൊണ്ട് മിസൈൽ ഇറാൻ അയക്കുന്നത് ഇതുപോലെ തന്നെ ബാക്കി ഈ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയൊക്കെ അമേരിക്കയ്ക്ക് താവളങ്ങളുണ്ടോ അവിടെ എല്ലാം അയക്കുക എന്നുള്ളതാണ്. അതെല്ലാം ആക്രമിക്കുന്നു. അതിൻ്റെ വിവരങ്ങളൊന്നും പുറത്ത് യഥാർത്ഥത്തിൽ വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ വലിയ ആക്രമണങ്ങളാണ് നടക്കുന്നത് അവിടെ ഇറാൻ്റെ ഭാഗത്തുനിന്ന്. അതറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഹോർമൂസ് പൂർണ്ണമായിട്ടും ഇറാനങ്ങ് അടച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ പോകുന്ന കപ്പലിനെയൊക്കെ തകർക്കും. അങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് കപ്പലുകൾ പോകത്തില്ല. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മുടെ മാരിടൈം ഏജൻസി അവരെല്ലാം, നമ്മുടെ ഗവൺമെൻറ്റും ഒക്കെ പറഞ്ഞേക്കുന്നത് നാവികരെ ഇനി അങ്ങോട്ട് അതിലേ അയക്കരുത്, ഹോർമൂസ് വഴി അയക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ കൊടുത്തേക്കുന്ന നിർദ്ദേശം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അടഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. ഹോർമൂസ് അടഞ്ഞു കഴിഞ്ഞു. ഹോർമൂസ് അടഞ്ഞു കഴിഞ്ഞതോടുകൂടി തന്നെ എണ്ണവില കുത്തനെ ഉയർന്നു. അതായത് ബാരലിന് 69 രൂപ ബെൻ ക്രൂഡിനുണ്ടായിരുന്നത്, അത് ഇപ്പോൾ $69 ഉണ്ടായിരുന്നത് ഇപ്പം $85.1 കയറി. അപ്പോൾ എണ്ണവില വളരെ കുതിച്ചു കയറും. ഇനിയും കൂടും. കാരണം എന്താ, ഇതിനൊരു ബദൽ പാതയുണ്ടായിരുന്നു ഹോർമൂസിൻ്റെ ബദൽ പാത എന്ന് പറയുന്നത് അൽ മന്താബ് എന്ന് പറയുന്ന ഒരു സ്ട്രിപ്പാണ്. അൽ മന്താബ് എന്ന് പറയുന്ന ഒരു കടലെടുക്ക. ആ കടലെടുക്ക് 18 കിലോമീറ്റർ വീതിയുള്ളതാണ്. 18 കിലോമീറ്റർ വീതിയുണ്ട് അതിന്. 18 മൈൽ, കിലോമീറ്റർ അല്ല, 18 മൈൽ വീതിയുണ്ട്. ആ 18 മൈൽ വീതിയുള്ള ഈ അൽ മന്താബ് കടലെടുക്കെന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ചെങ്കടലിലേക്കുള്ളൊരു പാതയാണത്. അപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് ഈ നമ്മുടെ ജിബൂട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമുണ്ട്, നമ്മൾ കേട്ടാണ് ജിബൂട്ടി. അതിനെയും ഈ യമനെയും വേർതിരിക്കുന്ന, യമൻ ഇച്ചിരി വലിയ രാജ്യമാണ്, യമനെയും ജിബൂട്ടിയും വേർതിരിക്കുന്ന ഒരു കടലിടുക്കാണ് ഈ അൽ മന്താബ്. ഈ അൽ മന്താബ് എന്ന് പറയുന്നതിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും യമനികൾക്ക് എടുക്കാം. യമനിലെ ഹൂതികളെന്ന് പറയുന്നവർ അവർ ചെറുതൊന്നുമല്ല, അവർ നല്ല ശക്തിയുള്ളവരാണ്. ഒരുപാട് പേരെ കൊന്നു കളഞ്ഞെങ്കിൽ പോലും അവരിപ്പോഴും ശക്തി തന്നെയാണ്. അവർക്കുണ്ട്, ധാരാളമുണ്ട്. വിപ്ലവകാരി, വിവരമില്ലാത്തവന്മാരാണ്, വൃത്തികെട്ടവന്മാരുമാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അവരോട് ഈ ഇറാൻ്റെ ചൊൽപ്പടി നിൽക്കും. ഇറാൻ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യും. ഇറാനിയൻ ഗവൺമെൻറ് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് തത്വത്തിൽ നിർദ്ദേശം തന്നെ കൊടുത്തു, ഈ അൽ മന്താബ് അടയ്ക്കാൻ. അമേരിക്ക ഈ യുദ്ധം നിർത്തുന്നില്ലെങ്കിൽ അൽ മന്താബ് അടയ്ക്കാൻ പറഞ്ഞു. അൽ മന്താബ് കൂടെ അടച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? പശ്ചിമേഷ്യയിൽ പുറത്തേക്കും പശ്ചിമേഷ്യയിലേക്കും ഉള്ള കപ്പൽ ഗതാഗതങ്ങൾ മുഴുവൻ നിൽക്കും എന്നുള്ളതാണ്. മാത്രമല്ല, ക്രൂഡിൻ്റെ ഗതാഗതം ഒന്നും നടക്കത്തില്ല.
കാരണം സൗദിയിൽ നിന്ന് ഒരു 1200 കിലോമീറ്റർ നീളമുള്ള ഒരു പൈപ്പ് ലൈനുണ്ട്. എണ്ണ ക്രൂഡ് കയറ്റി അയക്കാവുന്ന ഒരു പൈപ്പ് ലൈൻ. അത് അവസാനിക്കുന്നത് ഈ യാംബു എന്ന് പറയുന്ന ഒരു തുറമുഖമുണ്ട് സൗദിക്ക്. അത് ചെങ്കടലിനോട് ചേർന്നുള്ള ചെങ്കടലിൻ്റെ ഭാഗത്താണ്. ഈ തുറമുഖം വഴി ചെങ്കടലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സൂയസ് കനാൽ വഴിയൊക്കെ എണ്ണ അയക്കാം, അതായത് ഗതാഗതം നടത്താം, കപ്പൽ ഗതാഗതം നടത്താം. സൗദി അതിന് കണ്ടുവച്ചേക്കുന്ന ഒരു ബദൽ മാർഗമാണ് ഹോർമൂസ് വഴി പോകാതെ അൽ മന്താബ് വഴിയുള്ള എണ്ണ, അതായത് ഗതാഗതം, ക്രൂഡിൻ്റെ ഗതാഗതം, കപ്പൽ ഗതാഗതം. പക്ഷെ അതുകൂടെ അടച്ചാലോ? അത് അടച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ള ഒരേ ഒരു മാർഗം ദക്ഷിണാഫ്രിക്കയുടെ ഒരു മുനമ്പുണ്ടല്ലോ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ആ ഗുഡ് ഹോപ്പ് മുനമ്പിനെ ചുറ്റി വേണം കപ്പലുകൾ പോകാൻ. അതായത് ഇന്ന് നമുക്ക് ഇന്ത്യയിലെത്തുന്ന ഒരു കപ്പൽ ഈ അൽമന്താബ് വഴിയോ അതല്ലെങ്കിൽ അൽമന്താബിലാണെങ്കിൽ ചെങ്കടൽ വഴിയാണ്, ചെങ്കടലിലേക്കുള്ള വ്യാപാരമേ അത് അടഞ്ഞു പോകും. അൽമന്താബ് അടച്ചാൽ അൽമന്താബ് തടയാനാണ് പറഞ്ഞേക്കുന്നത്. അവിടെ അത് പോയി കഴിഞ്ഞാൽ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്, ഹൊറിബിളാണ്. ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ചുറ്റി വരണം. അപ്പം നമുക്ക് ഇന്ത്യ വരുന്ന ഒരു കപ്പൽ അവിടുന്ന് വരണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പോൾ എടുക്കുന്നതിൻ്റെ ഇപ്പോൾ ഒരു 4 ദിവസം കൊണ്ട് എത്തുമെങ്കിൽ 10 മുതൽ 15 ദിവസം വരെ അധികം ഇത് ഗുഡ് ഹോപ്പ് വഴി ചുറ്റി വരാനാവും. അപ്പോൾ അങ്ങനെ ചുറ്റി വരുമ്പോൾ കപ്പൽ ഗതാഗതത്തിനുള്ള ഫീസ്, കപ്പലിൻ്റെ ചാർജ്, പിന്നെ ഇൻഷുറൻസിൻ്റെ ചാർജ്, ഇതും എല്ലാം കുത്തനെ കയറും. ക്രൂഡിൻ്റെ വിലയെല്ലാം കുത്തനെ ഉയരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. സ്വർണത്തിൻ്റെ വില കുറയും. സ്വർണത്തിൻ്റെ വില കുറഞ്ഞുകൊണ്ട് നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇവിടെ സ്വർണത്തിന് വില ഇല്ലാതിരിക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. കാരണം ആവശ്യമില്ലാതെ ഈ സ്വർണം വാങ്ങിയാണ് പണമെല്ലാം ആളുകൾ കളയുന്നതും നശിപ്പിക്കുന്നതും. അപ്പോൾ സ്വർണ്ണം ഇല്ലാതിരുന്നാൽ അത്രയും കുഴപ്പമില്ല. അതുകൊണ്ട് സ്വർണത്തിൻ്റെ വില കുറയും. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. സ്വർണം കൂടുതൽ വാങ്ങിച്ചു വെക്കാമെന്നുള്ളതല്ലാതെ ഒന്നുമില്ല. പിന്നെ ഡോളറിൻ്റെ, അതായത് ഇപ്പോൾ ഈ ഡോളറിൻ്റെ വില ഇപ്പോഴത്തെ ഏതാണ്ട് 90-96 മുകളിലായി ഇന്ത്യയിൽ. അപ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇന്ത്യൻ രൂപയുടെയൊക്കെ വില ഇടിയും, നാണയപ്പെരുപ്പം ഉണ്ടാവും. അത് അമേരിക്കയിലും നാണയപ്പെരുപ്പം ഉണ്ടാവും, പ്രശ്നമാവും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ബന്ധപ്പാട് ഉണ്ട്, ലോകം മുഴുവൻ ഉണ്ടാവും. അപ്പോൾ ലോക വിപണിയിൽ തന്നെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ അൽമന്താബ് അടയ്ക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോക ജനങ്ങൾക്ക് തന്നെ വളരെ വലിയ നഷ്ടങ്ങളുണ്ടാവും. ഇപ്പം തന്നെ ഇവിടുത്തെ പെട്രോൾ എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, നമുക്ക് ഉപയോഗിക്കാൻ വയ്യാത്ത പെട്രോളാണ് നമുക്ക് കിട്ടുന്നത്. അതായത് E20 എന്ന് പറയുന്ന പെട്രോള്, അതിനകത്ത് എത്തനോൾ ചേർത്ത പെട്രോളാണ് കിട്ടുന്നത്. അത് പെട്രോൾ കാറുകളുടെ എഞ്ചിനെ നശിപ്പിക്കും. അതുപോലെ തന്നെ മൈലേജ് കിട്ടത്തില്ല, വില കൂടുതലുമാണ്. ഒരാവശ്യമില്ലാതെ നമ്മളെ കൊണ്ടത് ഉപയോഗിക്കുകയാണ്. അത് ഈ പുര വെക്കുമ്പോൾ വാഴ വെട്ടുന്നു, പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറയുന്നത് തന്നെ പരിപാടി എവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ലോകം മുഴുവൻ ഇനിയിപ്പോൾ വലിയ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ യുദ്ധത്തിലേക്ക് വലിച്ചിറക്കാനാണ് അമേരിക്കയുടെ ശ്രമം. പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള ശ്രമമാണ് ഇറാൻ്റെത്. കാരണം ഇവിടെ ആകുമ്പോൾ അവർക്കും രക്ഷയില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ അമേരിക്കയോട് ആവശ്യപ്പെടും, മര്യാദയ്ക്ക് ഇത് നിർത്തണമെന്ന് പറയും. നിർത്തിയേ പറ്റൂ. അതുകൊണ്ട് ഏതായാലും എല്ലാ രാജ്യങ്ങളും ഇടപെട്ട് ഇതൊന്ന് അവസാനിപ്പിക്കണം, എങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ.